ഗൈസ്, ഞാനാണെങ്കിലേ ആട് സിനിമ കുത്തിയിരുന്ന് കാണുകയാണ് കേട്ടോ. ആട് 2 ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലടോ. ഇപ്പൊ ഇത് കുത്തിയിരുന്ന് കാണാൻ വേറൊരു കാരണം കൂടെ ഉണ്ടേ. നേരം വെളുത്ത ആട് 3 റിലീസാണ്. ഏതായാലും കാണാൻ പോവാണ്. അപ്പൊ പിന്നെ അതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒന്ന് കണ്ടേച്ചു പോവാന്ന് വിചാരിച്ചു. റീസെന്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു കുർത്തയാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇത് കുർത്തയല്ല, കുർത്ത വിത്ത് പാന്റ് സെറ്റ് ആണ്. ഇതിന്റെ പാന്റ് ഞാൻ ഇട്ടിട്ടില്ലാന്നേ ഉള്ളൂ. അതിന് പകരം ലെഗിൻസ് പെയർ ചെയ്തതാണ് കേട്ടോ. എപ്പോഴും പോകുന്ന ചിത്രയിൽ തന്നെയാണ് കേട്ടോ പോയത്. അതുപോലെ തന്നെ എപ്പോഴും പോകുന്ന പോലെ ലേറ്റ് ആയിട്ടുമാണ് പോയത്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടുണ്ടോ? എന്ത് ചോദ്യമാണല്ലേ. ഞാൻ മാത്രമായിരിക്കും ഇത്രയും വൈകി അത് രണ്ടും കണ്ടിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാതെ നമുക്ക് കുറേ നേരം ചിരിക്കാം അല്ലേ. അതേപോലെ തന്നെ ഒരു ലോജിക്കും ഇല്ലാണ്ട് നമുക്ക് കുറെ നേരം ഇരുന്ന് അങ്ങ് ചിരിക്കാട്ടോ. എനിക്ക് എന്തായാലും സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കോമഡി സിനിമകളും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളും ആണ് കേട്ടോ എന്റെ ഫേവറേറ്റ്. സിനിമ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാങ്കിലേക്കാണ് പോയത്. അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനും. എനിക്കാണെങ്കിലേ കല്യാണ ബിരിയാണി കഴിക്കാൻ ഭയങ്കര കൊതി. നോമ്പൊക്കെ ആയതുകൊണ്ട് കടകളൊക്കെ തുറക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ബിരിയാണി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. സൈഡ് ആയിട്ട് നല്ല ചിക്കൻ 65 കൂടെ മേടിച്ചായിരുന്നേ. മോശം പറയാൻ പറ്റില്ല, അതും കിട്ടിയിലും ടേസ്റ്റി ആയിരുന്നു. വയറ് നിറച്ച് ചിക്കൻ ബിരിയാണി വെട്ടിയപ്പം കിടന്നുറങ്ങാനും അതേപോലെ തന്നെ ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടാണ് പോയത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.